റോഡ് സൈഡിൽ കൂട്ടിയിട്ടിരിക്കുന്ന മരച്ചില്ലകൾ കാൽനട വാഹനയാത്രക്കാർക്കും വ്യാപാരികൾക്കും ഒരുപോലെ ദുരിതമാകുന്നു. ദേശീയ ശുചിത്വ റാങ്കിങ്ങിൽ തിളക്കമാർന്ന നേട്ടം കൈവരിച്ച കോർപ്പറേഷൻ പരിധിയിലെ മണ്ണുത്തി ബൈപ്പാസ് മുതൽ പറവട്ടാനി വരെയുള്ള റോഡ് സൈഡിലാണ് പലയിടങ്ങളിലായി മുറിച്ചിട്ട മരച്ചില്ലകൾ മാറ്റാതെ കിടക്കുന്നത്. മഴക്കാലത്തിന് മുന്നോടിയായി PWD അധികൃതർ മുറിച്ചിട്ട മരച്ചില്ലകളും തടികളും വേസ്റ്റുകളുമെല്ലാം നീക്കം ചെയ്യാതെ അവിടെ തന്നെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതുമൂലം ആളുകൾക്ക് ഫുട്പാത്തിലൂടെ നടക്കാൻ പോലും പറ്റാത്തതിനാൽ റോഡിലൂടെയാണ് ഇറങ്ങി നടക്കുന്നത്. കാളത്തോട് സെന്ററിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് ഇരുവശങ്ങളിലായി മരച്ചില്ലകളും മുൻവശത്തായി മരക്കുറ്റിയും മൺകൂനയും നീക്കാതെ കിടക്കുന്നതിനാൽ ആളുകൾക്ക് ബസ് ഷെൽട്ടർ ഉപയോഗിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. പറവട്ടാനി ഫോറസ്റ്റ് സ്റ്റേഷൻ കവാടത്തിന് ഇരുവശങ്ങളിലുമായി വ്യാപകമായി മരച്ചില്ലകൾ മുറിച്ചു കൂട്ടിയിട്ടിരിക്കുകയാണ്. ഒല്ലൂക്കര ഭാഗത്തും സമാന രീതിയിൽ മരച്ചില്ലകൾ മുറിച്ചിട്ടിട്ടുണ്ട്. ഇത്തരം ചപ്പുചവറുകൾക്കിടയിൽ പാമ്പടക്കമുള്ള ഇഴജന്തുക്കളുടെ ശല്യം മൂലം കുട്ടികളടക്കമുള്ളവർ ഭയപ്പാടോടെയാണ് റോഡിലൂടെ നടന്നു പോകുന്നത്. ഇവിടുത്തെ നടപ്പാതയിൽ ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക് മാലിന്യവും കൂട്ടിയിട്ടിരിക്കുന്നതും വലിയ പാരിസ്ഥിതിക പ്രശ്നമാണ് സൃഷ്ടിക്കുന്നത്. നഗരങ്ങളുടെ ശുചിത്വ നിലവാരം നിശ്ചയിക്കുന്ന സ്വച്ഛ് സർവേക്ഷൺ റാങ്കിങ്ങിൽ മികച്ച നേട്ടത്തിനൊപ്പം സ്റ്റാർ റേറ്റിംഗും കരസ്ഥമാക്കിയ തൃശൂർ കോർപ്പറേഷനിലാണ് ഇത്തരം മാലിന്യശേഖരങ്ങൾ കുമിഞ്ഞുകൂടിയിരിക്കുന്നത് എന്നതാണ് വിരോധാഭാസം. എന്നാൽ PWD അധികൃതരാണ് മരം മുറിച്ചിട്ടിരിക്കുന്നതെന്നും അത് നീക്കേണ്ട ചുമതല അവർക്കാണെന്നുമാണ് കോർപ്പറേഷന്റെ ന്യായവാദം. മുറിച്ചിട്ടിരിക്കുന്ന മരച്ചില്ലകൾ നീക്കുന്നത് സംബന്ധിച്ച് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കണ്ട് സംസാരിച്ചതായും ടെൻഡർ വിളിച്ചു മാത്രമേ ഇത് നീക്കാൻ സാധിക്കുകയുള്ളൂവെന്നാണ് അറിയിച്ചതെന്നുമാണ് കാളത്തോട് ഡിവിഷൻ കൗൺസിലറും ഡെപ്യൂട്ടി മേയറുമായ ML റോസി പറയുന്നത്. ശുചിത്വ നഗരവൽക്കരണത്തിന്റെ ഭാഗമായി ഒരു വശത്ത് റോഡ് സൈഡുകളിൽ പൂന്തോട്ടം വച്ചുപിടിപ്പിച്ചുള്ള സൗന്ദര്യവൽക്കരണം തകൃതിയായി നടക്കുമ്പോഴാണ് റോഡിന്റെ വശങ്ങളിൽ ഇത്തരത്തിൽ ചപ്പുചവറുകളും മാലിന്യങ്ങളും കുമിഞ്ഞുകൂടി കിടക്കുന്നത്.